റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 3.5 മാസം കഴിഞ്ഞിട്ടും ചുവപ്പുനാടയിൽ കുരുങ്ങി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് നിയമന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ PSC നിരവധി തവണ കത്തയച്ചെങ്കിലും സർക്കാരിന് നിശബ്ദതയാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 35 പേർക്ക് വീതം 3 സ്ട്രീമുകളിലായി നിയമനം നൽകിയെങ്കിലും സംവരണ പ്രാതിനിധ്യവും പൂർണ്ണമായിട്ടില്ല. ജനം ബ്രേക്കിംഗ്. PSC വിജ്ഞാപന പ്രകാരമുള്ള 31 ഒഴിവുകളിലേക്ക് പരീക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി 2026 ജനുവരി 30 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. നിയമന ശുപാർശ നൽകുന്നതിന് നടപടിക്രമം പൂർത്തീകരിച്ച് വിവരമറിയിക്കാനാണ് PSC സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ഡെപ്യൂട്ടേഷൻ റിസർവ് പോസ്റ്റുകളുടെ അന്തിമ വിവരം PSC അറിയിക്കാത്തതാണ് നിയമനം നീളാൻ കാരണമായത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2027 ജനുവരി 30 അവസാനിക്കും. സിവിൽ സർവീസ് മാതൃകയിൽ പ്രിലിമിനറി, മെയിൻ, ഇന്റർവ്യൂ എന്നിവ നടത്തിയാണ് PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 35 പേർക്ക് 3 സ്ട്രീമിൽ നിന്ന് നിയമനം നൽകിയെങ്കിലും സംവരണ പ്രാതിനിധ്യമാകട്ടെ പൂർണ്ണമായിരുന്നില്ല. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ വകുപ്പുതല സെക്രട്ടറിമാരുടെ കമ്മിറ്റിക്കാണ് 31 തസ്തികകൾ തീരുമാനിക്കാനുള്ള ചുമതല. KAS റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനത്തെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും മറ്റ് സർവീസ് സംഘടനകളും എതിർക്കുന്നതും പ്രശ്നമായി മാറി. 2021 ആദ്യ ബാച്ചിൽ 105 കേഡർ തസ്തികകളിലേക്ക് നിയമനം ലഭിച്ചവരുടെ സ്ഥാനക്കയറ്റത്തിലും അവ്യക്തതയാണ്. അഖിലേന്ത്യാ സർവീസ് മാതൃകയിൽ ബോർഡുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും KAS-ൽ നിന്ന് ഡെപ്യൂട്ടേഷൻ നൽകാനുള്ള തീരുമാനത്തിലാണ് 2ാം ബാച്ചിനെ അപേക്ഷ ക്ഷണിച്ചത്. 31 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തു. 46 തസ്തികകളുടെ ചുരുക്കപ്പട്ടിക സർക്കാർ തയ്യാറാക്കിയിരുന്നു. 31 തസ്തികകൾ നിശ്ചയിച്ച നിയമന ഉത്തരവ് ഇറക്കേണ്ട നടപടിയാണ് ഇപ്പോൾ ചുവപ്പുനാടയിൽ കുരുങ്ങിയിരിക്കുന്നത്. KB ശ്യാമപ്രസാദ്, ജനം, തിരുവനന്തപുരം.